നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. 20ഓളം വിദ്യാലയങ്ങൾ വാതിൽ തുറക്കുന്നത് ഈ അപകട വഴിയിലേക്കു. അധികാരികളുടെ അനാസ്ഥ മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു റോഡ്, തൃപ്പൂണിത്തുറ പൂത്തോട്ട റോഡ്. ഇവിടെ ഇന്നും ചോരപ്പാട് മായുന്നില്ല. നിത്യവും അപകടങ്ങൾ. ഇതുവരെ എത്ര പേർക്ക് ജീവൻ രക്ഷപ്പെട്ടുവെന്ന് അന്വേഷണം പോലും നടക്കുന്നില്ല. അപകടം തുടർക്കഥയായിട്ടും റോഡ് വികസന പദ്ധതി അനന്തമായി നീളുകയാണ്. വീതി കുറഞ്ഞ റോഡിൽ യാത്ര കുരുക്ക് വളരെയാണ്. രാവിലെയും വൈകിട്ടും സ്കൂൾ വിദ്യാർത്ഥികൾ കൂടി റോഡിലേക്ക് എത്തുന്നതോടെ തിരക്ക് കൂടും. ഈ സമയം എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണ്. തൃപ്പൂണിത്തുറ മുതൽ പൂത്തോട്ട വരെയുള്ള ഏകദേശം 14 കിലോമീറ്റർ വരുന്ന റോഡിൻ്റെ വികസനത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് 3.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട്. 35 വർഷം മുമ്പാണ് ഈ പദ്ധതി ആദ്യം രൂപരേഖ ഉണ്ടാകുന്നത്. റോഡിന് ഇരുവശവും 22 മീറ്റർ വികസിപ്പിച്ച് ദേശീയപാത നിലവാരത്തിൽ 4 വരി പാതയാക്കുന്നതാണെന്നു പദ്ധതി. സ്ഥലമെടുപ്പ് വിജ്ഞാപനം വന്നതോടെ SN ജംഗ്ഷൻ മുതൽ പൂത്തോട്ട വരെയുള്ള റോഡിൻ്റെ ഇരുവശവും നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ തടസ്സപ്പെട്ടു. പിന്നീട് ഇടത് വലത് സർക്കാരുകൾ മാറി മാറി അധികാരത്തിൽ വന്നുവെങ്കിലും പദ്ധതി കടലാസിലൊതുങ്ങി. ഇത്രയും കാലം വികസനത്തിനായി കാത്തുകിടന്ന ഒരു റോഡ് ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇനി വേറെ കാണുകയില്ല. എന്നാൽ പിന്നീട് ഒരു നടപടിയില്ലാതെ ഈ പതിറ്റാണ്ടുകൾ കടന്നുപോയതിനു ശേഷം തൃപ്പൂണിത്തുറയിൽ M. സ്വരാജ് MLA ആയതോടെയാണ് ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ഈ റോഡ് വികസിപ്പിക്കാൻ 672 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയത്. 2017 ഭരണാനുമതി ലഭിച്ചു. കിഫ്ബിയും ഇത് അംഗീകരിച്ചു. റോഡ് വികസനത്തിനായി 2017 ഒക്ടോബറിൽ 300 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. 2020 ഫെബ്രുവരി 12 ഭൂമി ഏറ്റെടുക്കുന്നതിന് 450 കോടിയുടെ സാമ്പത്തിക അനുമതിയും ലഭ്യമായി. ഇതിനുശേഷം അലൈൻമെൻറ്റുകളും വന്നു. അതിർത്തി കല്ല് സ്ഥാപിച്ചു. പക്ഷേ പദ്ധതി നടപ്പായില്ല. അടുത്ത കാലത്ത് നടന്ന നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ പരാതിക്കിടയാക്കിയ റോഡ് അടിയന്തരമായി നിർമ്മിക്കുമെന്ന് ജനങ്ങൾ വിചാരിച്ചു. പക്ഷേ പദ്ധതി പ്രഖ്യാപനങ്ങൾ വീണ്ടും ജലരേഖയായി മാറി. പ്രതീക്ഷയോടെ കാത്തിരുന്നവരെ വലിയ നിരാശയാണ് ഗവൺമെൻറ് സമ്മാനിച്ചത്. അനിശ്ചിതമായി നീളുന്ന ഈ പദ്ധതി ഇപ്പോൾ റോഡ് മാപ്പിൽ ചില കൂട്ടിച്ചേർക്കലുകൾ വന്നുകൊണ്ടാണ് തടസ്സം നേരിടുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മെട്രോ സ്റ്റേഷൻ വരുന്നതിന് മുമ്പുള്ള റോഡിൻ്റെ രൂപരേഖയിൽ ജംഗ്ഷനുകൾക്ക് മാറ്റം വന്നു. ഇത് പുതുക്കി രേഖപ്പെടുത്തണം. കൂടാതെ കിഫ്ബി നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങളും ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. തിരക്കേറിയ പൂത്തോട്ട റോഡിൽ ബസ് നിർത്തുന്ന സ്ഥലം പ്രത്യേകം വേണമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഇതും പുതിയ രേഖയിൽ പെടുത്തും. ഇതിനാവശ്യമായ നടപടികൾ നടന്നുവരികയെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴെല്ലാം രേഖാമൂലം നൽകുന്നത്. എന്നാൽ നിരവധി പദ്ധതികൾ നടപ്പാക്കാനുള്ള ചുമതല ഈ ഓഫീസിന് ആവശ്യമായ സൗകര്യങ്ങളില്ല എന്ന ഒരു ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നു. വൈക്കം റോഡിൽ അപകടങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. പുതിയകാവ് മുതൽ പുത്തൻകാവ് വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസവും ഒരു പെൺകുട്ടി ഇവിടെ അപകടത്തിൽ മരിച്ചു. ഓരോ മാസവും ഇങ്ങനെ അപകടങ്ങളിൽ മരണം സംഭവിക്കുമ്പോഴും ഇത് സംബന്ധിച്ച എന്തെങ്കിലും ഗൗരവമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. നിരവധി കുടുംബങ്ങളാണ് ഈ അപകടങ്ങളെ തുടർന്ന് അനാഥമാകുന്നത്. എന്നാൽ അധികാരികൾ ഇക്കാര്യത്തിൽ ഗൗരവമായ ചിന്തയിലേക്ക് ഇനിയും കടന്നിട്ടില്ല. ഇടയ്ക്ക് നടന്നിരുന്ന പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്നും അവസാനിച്ച മട്ടാണ്. ഓർമ്മിക്കുക, റോഡിൽ പൊലിയുന്ന ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപകടത്തിൽ ലഭിക്കുന്ന നഷ്ടപരിഹാരം ഒരിക്കലും ജീവന് പകരമാകില്ല. അധികാരികളുടെ നിസ്സംഗത അവസാനിപ്പിച്ചേ മതിയാവും.